കുഴൽമന്നം ലയൺസ് ക്ലബിന്റെ 10ാമത് വാർഷികാഘോഷം വിവിധങ്ങളായ പരിപാടികളോടെ നടത്തി. വനിതാ ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു. കണ്ണനൂർ മാത്തൂർ റോഡിലെ ബ്രൂക്ക് സൈഡ് ഗാർഡനിൽ നടന്ന പരിപാടിയിൽ ലയൺസ് ജില്ലാ ഗവർണർ, ഫസ്റ്റ് വൈസ് ജില്ലാ ഗവർണർ, സെക്കൻഡ് വൈസ് ജില്ലാ ഗവർണർ എന്നിവരുടെ ഔദ്യോഗിക സന്ദർശനവുമുണ്ടായിരുന്നു. ജില്ലാ ഗവർണർ ജെയിംസ് വളപ്പില വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ വഴിധാരകൾ പിന്നിടുമ്പോൾ അതിമനോഹരമായ വലിയ ഒരു കർത്തവ്യം കൂടി ഇന്ന് ചെയ്യാൻ പോകുകയാണ്. ആദ്യത്തെ കുഞ്ഞും കൂടി പിറക്കാൻ പോകുകയാണ്. ഈ വർഷം അവർ ചെയ്ത സേവന പ്രവർത്തനങ്ങളുടെ കൃത്യമായ രൂപരേഖ സെക്രട്ടറി വരച്ചു കാണിച്ചു. ഒരു ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലബ്ബ് നൽകേണ്ട ശക്തമായ പിന്തുണ എന്താണെന്ന് കൃത്യമായിട്ടും നിവീഷ് ടീമിനെ ഈ വർഷം അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. ആദ്യമായി വയനാട് ദുരന്തമുണ്ടായപ്പോൾ അതിലേക്ക് ഞങ്ങളുടെ ക്ലബിൻ്റെ വക 1 ലക്ഷം രൂപയുടെ സംഭാവന ആദ്യം പറഞ്ഞത് കുഴൽമന്നം ലയൺസ് ക്ലബ്ബായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ആ വലിയ ചെറിയ സഹായത്തിൻ്റെ പിറകിലൂടെ പോകുമ്പോൾ ഇന്ന് അത് 5 കോടിയുടെ സഹായമായിട്ട് നമ്മൾ വലിയൊരു ആശുപത്രി വയനാട്ടിൽ നിർമ്മിക്കാൻ പോവുകയാണ്. ഇന്ന് പ്രഖ്യാപിച്ച മോഹനൻ ചേട്ടൻ്റെ ഒരു പ്രഖ്യാപനത്തോടു കൂടി, ഒരു MJFൻ്റെ പ്രഖ്യാപനത്തോടു കൂടി ഈ കുഴൽമന്നം ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ എക്സലൻസ് അവാർഡ് കിട്ടാനായുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. നമ്മുടെ ഇന്റർനാഷണൽ ഇതിൻ്റെ കോർഡിനേറ്റർക്ക് ശ്രീധരനെ ഒരു അഭിമാനിക്കാം. കാരണം ഇന്ന് ഇവർ അതിനുള്ള ക്വാളിഫിക്കേഷൻ നേടിയിരിക്കുകയാണ്. പാലക്കാട് ആസ്ഥാനമായി പുതുതായി ആരംഭിച്ച വനിതാ ലയൺസ് ക്ലബിനെ ഫസ്റ്റ് വൈസ് ജില്ലാ ഗവർണർ ടി ജയകൃഷ്ണൻ അഭിവാദ്യം ചെയ്തു. സെക്കൻഡ് വൈസ് ജില്ലാ ഗവർണർ സുരേഷ് വാര്യർ പുതിയ അംഗങ്ങളെ സ്വാഗതം ചെയ്തു. ലയൺസ് കുഴൽമന്നം പ്രസിഡന്റ് N. നിവേഷ് അധ്യക്ഷനായി. മുൻ ജില്ലാ ഗവർണർ P. തങ്കപ്പൻ, ക്യാബിനറ്റ് സെക്രട്ടറി CA വിമൽ വേണു, ചെയർപേഴ്സൺ K. മോഹൻദാസ്, സോൺ ചെയർപേഴ്സൺ KS സുമിൽ, ഗോപിക അജൻ, കൃഷ്ണപ്രിയ വിനോദ്, അഞ്ജലി സന്തോഷ്, ഐശ്വര്യ മിഥുൻ എന്നിവർ പ്രസംഗിച്ചു. ട്രഷറർ KS ബോസ് നന്ദി പറഞ്ഞു.